ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ. കുറേ പേർക്ക് എൻ്റെ മുഖം അറിയായിരിക്കും അല്ലേ? കുറേ പേർക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാനാണ് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്ന മല്ലു എക്സ്പ്ലെയിനർ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ? എന്താ പറയുക, ഞാൻ ഈ വീഡിയോയിൽ കട്ട് ചെയ്യുന്നൊന്നുമില്ല, എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇത് ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഫ്ലോയിലായിട്ടിരിക്കുന്നില്ല സംസാരിക്കുക. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും കുറേ വട്ടം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലാക്കിയിട്ടാണ് വോയിസ് ചെയ്യും. അപ്പോൾ അതുപോലൊന്നും ആയിരിക്കില്ല ഈ വീഡിയോ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ, ഞാൻ ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇപ്പോൾ വീഡിയോ എടുത്തതെന്ന് നിങ്ങളോട് പറയാൻ നിൽക്കുക. സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ തെറിവിളികൾ ഭയങ്കരമായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞാണ് വീഡിയോ മുടക്കാതെ ഇട്ടോളാമെന്നൊക്കെ, പക്ഷേ വീഡിയോ അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. കുറച്ചധികം തിരക്കിലായിപ്പോയി. നമ്മുടെ രണ്ടാമത്തെ ചാനൽ മാത്രമല്ല, നമ്മുടെ ഒന്നാമത്തെ ചാനലിൻ്റെ അവസ്ഥ തന്നെ. ഡെയിലി നമ്മൾ വീഡിയോ ഇടലില്ലേ, അങ്ങനെ മുടക്കലുണ്ടോ? ഒരു 4-5 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം മുടങ്ങിയാലായി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ 8 മാസമായിട്ടൊരു വാടക വീട്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ കൂടുതലും അതിൻ്റെ പരിപാടികളും പിന്നെ തീരാൻ നേരത്തുള്ള കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് എനിക്ക് രണ്ടാമത്തെ ചാനലിൽ നോക്കാൻ പറ്റിയില്ല. പിന്നെ മെയിനായിട്ടുള്ള വരുമാന മാർഗ്ഗം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ചാനലാണ്. അതിൽ വരെ മര്യാദക്ക് നോക്കാൻ പറ്റുന്നില്ല. എത്ര ദിവസം, 3 ദിവസം 4 ദിവസം എല്ലാം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ മാസം ആകെ ചുരുങ്ങിയതൊരു 10-15 വീഡിയോ ആയിട്ടുള്ളൂ അല്ലേ, ഇങ്ങനെ തോന്നുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെയായിരുന്നു വീട് മാറലും വീട്ടിൽ കൂടലും പിന്നെ ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് റെക്കോർഡിംഗ് ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു. നല്ല കണ്ടൻറ്റുകളൊന്നും സെലക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഈ പണിത്തിരക്കായതുകൊണ്ട്. പിന്നെ എൻ്റെ ആ ഒരു വീട്ടിലത്തെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റുഡിയോ ആണ്, ചെറിയ ലോക്കൽ സെറ്റപ്പ്. അത് തന്നെ എന്താ പറയുക, ഈ പുതപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റുപടിച്ചിട്ട് എക്കോ വരാതിരിക്കാനായിട്ട് ആ രീതിയിലാണ്. പിന്നെ ശബ്ദം, റോഡ് സൈഡിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഓട്ടോറിക്ഷ പോകുമ്പോൾ അതിൻ്റെ ശബ്ദം, ജീപ്പുകൾ പോകുമ്പോൾ അതിൻ്റെ ശബ്ദം ഒക്കെ ഉണ്ടാവും. അപ്പോൾ റെക്കോർഡ് ചെയ്യാനിരിക്കുമ്പോൾ വണ്ടികളൊക്കെ പോകുമ്പോൾ മിണ്ടാതിരിക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സ്റ്റുഡിയോയുടെ ഒരു വിഷ്വൽ ഞാൻ സ്ക്രീനിൽ വെക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ? ഒരു ചെറിയ സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ തൽക്കാലത്തേക്കല്ല, പുതിയൊരു സ്റ്റുഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽ കാണിച്ചു തരാം. ഇതാണ് പുതിയ സ്റ്റുഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സെറ്റപ്പായിരിക്കും പുതിയ സ്റ്റുഡിയോ എന്ന്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഇതാണ് പുതിയ സ്റ്റുഡിയോ. സംഭവം എന്താ പറയുക, ഇങ്ങനെ മെസ്സി ആക്കിയിട്ടിട്ടുള്ളത് അത് മനഃപൂർവ്വം തന്നെ ചെയ്തത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ അടച്ചിട്ട റൂമാകുമ്പോൾ നമ്മൾ എക്കോ ഭയങ്കര വിഷയം. ഇപ്പം എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ മൈക്കിൽ റെക്കോർഡാവും. അപ്പോൾ അത് വരാതിരിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഫോം ഷീറ്റ് എന്ന് പറയുക, സ്പോഞ്ച്. അതങ്ങനെ മുഴുവനായിട്ട് റൂമിൻ്റെ ചുമരിൽ ഒട്ടിച്ച് വെക്കണം. പക്ഷേ ഞാൻ ഈ സ്റ്റുഡിയോ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞതാക്കി ഉണ്ടാക്കണേത് കുറച്ച് വലുപ്പത്തിലായിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിതപ്പ് വരുന്നുണ്ടല്ലോ സംസാരിക്കുമ്പോൾ. വർക്കൗട്ടൊന്നും ചെയ്യായിട്ട് വന്നു, വെറുതെ ഇരുന്നുകൊണ്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ ഇതുപോലെ റൂമിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിക്കണമെങ്കിൽ നല്ല ചിലവുണ്ട്. ഇതന്നെ ചെയ്യാൻ 1000 രൂപേൻ്റെ മേലെയായി. അപ്പോൾ ഇതിൻ്റെ ഒരു 15 ഇരട്ടിയെങ്കിലും വേണ്ടി വരും ഈ റൂം മുഴുവനായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഈ കോലത്തിലൊക്കെ എന്താ പറയുക, സാരിയാണ്, പഴയ സാരി വീട്ടിൽ ഉപയോഗിക്കുന്നത്. പിന്നെ അങ്ങനെ ഉപയോഗിക്കാത്ത പുതപ്പുകൾ, ഉപയോഗിക്കാത്ത കിടക്കയാണിത്, തലയാണി, ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്തിനാ അറിയോ? എക്കോ മാക്സിമം ഇതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് എൻ്റെ റെക്കോർഡിംഗ് ടേബിൾ. ഈ തലയാണിയെല്ലാം വെച്ചതിൻ്റെ കാരണം അതാണ്, മാക്സിമം എക്കോ വരാതിരിക്കുക അതിന് വേണ്ടിയിട്ട്. ഇതെന്തിനറിയോ, ബോർഡ് ഇതിൽ ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതി വെക്കും, അങ്ങനെ എഴുതി വെക്കും. പിന്നെ ഇതിൻ്റെ ലാപ്ടോപ്പ്, കുടിക്കാൻ വെള്ളം, പിന്നെ കീബോർഡ്. പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന മൈക്കാണ് കേട്ടോ, പഴയതായി മൗണേൻ്റെ നല്ല അടിപൊളി മൈക്ക് കേട്ടോ. എല്ലാം തുരുമ്പെല്ലാം വന്നു തുടങ്ങിയത്, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മാറ്റണം. നല്ല മൈക്കാണ്. പിന്നെ ഇത് കണ്ടോ, 3-4 ദിവസമായി കുടിച്ച് വെച്ച കട്ടൻ ചായൻ്റെ ഗ്ലാസ്സാണ്. എന്തോ ഭാഗ്യത്തിന് ഉറുമ്പൊന്നും വരുന്നില്ല. ഉറുമ്പ് വരാനുള്ള ഗ്യാപ്പൊന്നും ഈ റൂമിലില്ല, അതുകൊണ്ട് മാത്രമേ വരാത്തത്. പിന്നെ ഈ റൂമിലേക്ക് ഞാനല്ലാണ്ട് വേറെ ആരും വരുമൊന്നുമില്ല, അതുകൊണ്ടാണ് 3-4 ദിവസമായിട്ട് ഇതൊരേ കിടപ്പ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോ ഈ കോലത്തിലാണുള്ളത്. എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാകണ്ടോ, സ്പോഞ്ചെല്ലാം മേടിച്ച് വെച്ചത്. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേത് മുഴുവനായിട്ട് ഒട്ടിക്കണമെങ്കിൽ നല്ല കാശാവും. അപ്പോൾ ഇത് ചെറിയ പൈസയുള്ളൂ നാട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഇതും കുറേ ചുമരിൽ ഒട്ടിക്കണം. പിന്നെ ഫ്ലോറിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ, കണ്ടില്ലേ? ഇങ്ങനെ ഇനി എല്ലാം റെഡിയാക്കി എടുക്കണം. പക്ഷേ ഇതൊക്കെ റെഡിയാകുന്നത് വരെ റെക്കോർഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ഒരു മൂലക്ക് ഈ ഒരു കോലത്തിലാക്കി വെച്ച്
എന്തായാലും നമ്മൾ റെക്കോർഡ് ചെയ്യും. മെയിനായിട്ട് കണ്ട മെസ്സി ആയി കിടക്കുന്ന അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്തവനാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും ഇനിയിപ്പോൾ സ്റ്റുഡിയോൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വർക്ക് മാറ്റി വെക്കാനൊന്നും പറ്റില്ല. പരമാവധി ഇന്ന് മുതൽ തന്നെ ഇനി ഡെയിലി വീഡിയോ തുടങ്ങും. സീരിയസ് ചാനലിലേക്ക് ഒരു 2-3 ദിവസം കൂടെ ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് സീരിയസ് ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങാം. ഓക്കെ. പിന്നെ തെറി പറയുന്ന ആൾക്കാരോട് എനിക്കൊരു തരി പോലും നിങ്ങളോട് ദേഷ്യമില്ല. കാരണം ആ ഒരു കഥ കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല. എന്നാലും ചിലരൊക്കെ കുറച്ച് കൂടുതലായിട്ട് വിളിക്കുന്നുണ്ടോ എന്ന് സംശയം. ഞാൻ പറഞ്ഞില്ല, ക്യാമറ ഓണാക്കിയിട്ട് കട്ട് ചെയ്യാണ്ട് ഞാൻ വീഡിയോ ഇതാക്കുകയെന്ന്. പക്ഷെ നാക്കുളുക്കൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ മൈക്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴും കഥ പറയുമ്പോൾ തന്നെ ഇടയ്ക്ക് നല്ലോണം നാക്കുളുക്കും. നമ്മൾ പറയുന്നതൊന്നും ഇരിക്കില്ല വരിക. അപ്പോൾ ഈ ക്യാമറ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നല്ലോണം നാക്കുളുക്കും കൊടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്യാമറ ഇങ്ങനെ വെച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ അധികം വൈകാതെ നമ്മൾ പഴയതുപോലെ ആവും. ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങും. കണ്ടൻറ്റ് കുറച്ചും കൂടെ നല്ലതാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം കൊറിയൻ മൂവീസ്, പിന്നെ ഒരുപാട് നിങ്ങളങ്ങനെ അറിയാത്തതും എനിക്ക് പോലും അറിയാത്ത ഒരുപാട് നല്ല മൂവീസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നല്ല മൂവീസ് ഫൈൻഡ് ചെയ്ത് അത് പരമാവധി ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവരെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ ഇനി മുതലെങ്കിലും ശ്രമിക്കണമെന്ന് വിചാരിക്കുന്നു. ചിലവർക്കൊക്കെ ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റുകൾ എനിക്ക് തന്നെ തോന്നുകയാണ് കണ്ടൻറ്റുകൾ കുറച്ചും കൂടെ ഒന്ന് നല്ലതാക്കിയിരുന്നെങ്കിലെന്ന്, നല്ല നല്ല സ്റ്റോറികളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടൻറ്റ് മോശമാണ് എന്നൊക്കെ. സോ എല്ലാത്തിനും ഒരു മാറ്റം, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്ന് മുതൽ തന്നെ നല്ലൊരു കണ്ടൻറ്റ് വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കൊരു കണ്ടൻറ്റ് വരും കേട്ടോ. നല്ലൊരു വീഡിയോ വരുന്നുണ്ട്. മാക്സിമം ഇനി മുതൽ കറക്റ്റ് ടൈമിങ്, ആ ഒരു ടൈമിങ്ങിൽ ഫോളോ ചെയ്യാനാണ് എനിക്കിഷ്ടം. കറക്റ്റ് ഒരു 3:30 ആകുമ്പോൾ വീഡിയോ പബ്ലിഷ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. 3:30-4 മണി, അതിൻ്റെ മേലേക്ക് കൂടി പോകുന്നത് എനിക്കും വലിയ താല്പര്യമില്ല. നേരത്തെ അപ്ലോഡ് ചെയ്തിടാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ നിലവിൽ വിചാരിക്കുന്നത് 3:30 3:30 തന്നെ ഇന്നത്തെ വീഡിയോ എന്തായാലും വരും കേട്ടോ. പിന്നെ അവസാനമായിട്ട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ചെറിയൊരു വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വയനാട്ടിൽ. ഞാൻ താമസിക്കുന്ന വയനാട്ടിലാണ്. അപ്പോൾ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നും തുടങ്ങിയൊരു സംരംഭമാണ്. നിങ്ങൾക്ക് വയനാട്ടിലേക്ക് വരാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അതായത് ഏത് രീതിയിലുള്ള റിസോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. ഇനിയിപ്പോൾ ഏറ്റവും എക്സ്പെൻസ് കൊണ്ട് നിങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് വന്ന് സ്റ്റേ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ കോട്ടേജുകളുണ്ടല്ലോ, 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് അങ്ങനെയുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എക്സ്പെൻസീവ് ആയിട്ടുള്ളത് കൊണ്ട്, എക്സ്പെൻസ് ഇല്ലാത്തത് കൊണ്ട്, എല്ലാ രീതിയിലും ഉള്ളതുണ്ട്. അപ്പോൾ പറഞ്ഞാൽ മതി, ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം പറഞ്ഞതുപോലെ നല്ലൊരു കണ്ടൻറ്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക, കാണുക. എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഉണ്ടാകുക. അപ്പോൾ വീഡിയോയിൽ കാണാം. ബൈ.